പവിത്രമായ പമ്പാ നദിയുടെ വിശാലമായ മണൽപ്പരപ്പിൽ ആത്മീയ ചൈതന്യം പകർന്ന മാരാമൺ കൺവെൻഷൻ 129 വർഷം പിന്നിടുന്നു. കരുണാമയനേ കനിയേണമേ, കനിവേറും കരങ്ങളിൽ കരുതിയിടണേ, നീയല്ലാതില്ലെനിക്കാലംബമേ, നീയല്ലോ ജീവന്റെ ആധാരമേ. കരുണാമയനേ കനിയേണമേ, കനിവേറും കരങ്ങളിൽ കരുതിയിടണേ. പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനം ലോകത്തിന്റെ ചാലകശക്തിയാണെന്ന അറിവാണ് മാരാമൺ കൺവെൻഷൻ പകർന്നു നൽകിയത്. വിശ്വമാനവികതയുടെ കൂട്ടായ്മ, നാടിന്റെ നവോത്ഥാനത്തിന്, ശാക്തീകരണത്തിന്, വിശ്വസാഹോദര്യത്തിന് കൂട്ടായ പ്രാർത്ഥനയാണ് മാർത്തോമാ സഭ മാരാമൺ കൺവെൻഷനിലൂടെ ലോകത്തിന് മാതൃകയാക്കിയത്. നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കുന്ന തിന്മകളെ ദൂരീകരിക്കാനുള്ള പ്രാർത്ഥനയുമായി പതിനായിരങ്ങളുടെ സംഗമമാണ് പമ്പാ നദിയുടെ മണൽപ്പുറത്ത് ഒരാഴ്ചയായി നടന്നത്. മാരാമൺ കൺവെൻഷന്റെ സാമൂഹിക പ്രസക്തി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാണ് അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചത്. നീ വെളുപ്പം കൊണ്ട് നടന്നാൽ മറ്റുള്ളവർ ഈ പ്രകാശം കാണുന്നത് നിന്റെ ദേഹത്ത് വന്ന് വീഴാതിരിക്കും. അവിടെ നീ വിളക്കം കൊണ്ട് വയ്ക്കും. എന്നാൽ കുറേ ദൂരം യാത്ര ചെയ്തതായുള്ള അവസരത്തിൽ ആരോ വന്ന് എൻ്റെ ദേഹത്ത് തട്ടി. അപ്പോൾ വഴിയെ പോകുന്നതായ മനുഷ്യൻ തൻ്റെ ദേഹത്തെ ഇരുട്ടിൽ തട്ടിയതാണ് എന്ന് മനസ്സിലായി. ചോദിച്ചു, എന്താ പറ്റിയത്? വിളക്ക് കാണാൻ പാടില്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ കയ്യിൽ വിളക്കുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനകത്ത് വെട്ടമില്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലിട്ട്, വിളക്ക് കത്തിച്ച് പറയുകയല്ല, തണ്ടിന്മേലിട്ട് വെക്കേണ്ടതെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശിക്കും. പ്രകാശിതരായിത്തീർന്നതായ നമ്മൾ ഈ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായുള്ള അവസരത്തിൽ പ്രകാശത്തെ നൽകി കൊടുക്കുവാണ്ട് കൊണ്ടും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നു. ദൈവം നമ്മെ വ്യക്തമായിട്ട് വിളിച്ച് വേർതിരിച്ചതായുള്ള ദൈവത്തിൻ്റെ ജനമാണ്. എങ്കിൽ നാം ഓരോരുത്തരും നാം ആകമാനവും ഈ ലോകത്തിന് പ്രകാശം നൽകുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവമാക്കിയിരിക്കുകയാണ് എന്നത് ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. പമ്പയുടെ മണൽപ്പരപ്പിലെ വിശാലമായ ഓലപ്പന്തലിനു കീഴെ വിശ്വാസ സമൂഹത്തിന്റെ വിസ്മയിപ്പിക്കുന്ന ഒത്തുചേരലാണ് സാധ്യമായത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ആരംഭിച്ച് 20-ാം നൂറ്റാണ്ടും പിന്നിട്ട് 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുകയാണ് മാരാമൺ കൺവെൻഷൻ. ആത്മീയ സംഗമഭൂമിയാണ് പമ്പയുടെ തീരഭൂമി. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മാരാമൺ കൺവെൻഷൻ 129ാമത് സമ്മേളനം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മാരാമൺ മണത്തിട്ടയിൽ വെച്ച് നടക്കുവാൻ കോണം ഇടയായി തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകായിരങ്ങളാണ് ഈ പ്രസംഗങ്ങൾ കേൾക്കുവാൻ കോണം മാരാമൺ എത്തിച്ചേരുന്നത്. ഇവിടെയുള്ള പന്തൽ ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതും ഓല ഉപയോഗിച്ച് മേയുന്നതുമായിട്ടുള്ള പന്തലാകുന്നു. ഏകദേശം 1,00,000 ആളുകൾ വന്നു പോകുമ്പോൾ അവർക്ക് തണലേകുവാൻ്റെ കോണം അത് സഹായമായിട്ട് തീരുകയും ചെയ്യുന്നു. അപ്രകാരം ക്രമീകരിക്കുന്നതായുള്ള ഈ പന്തലിൽ വളരെയധികം അച്ചടക്കത്തോടു കൂടിയാണ് ജനങ്ങൾ വന്ന് സംബന്ധിക്കുന്നത്. രാവിലെ 9 മണി കഴിയുമ്പോൾ ആരംഭിക്കുന്നതായുള്ള ഗാന ശുശ്രൂഷയിലൂടെ ജനങ്ങൾ പങ്കെടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന, തുടർന്നുള്ള ധ്യാനയോഗം, ഇതിലെല്ലാം സംബന്ധിച്ച് സന്തോഷത്തോടും ആത്മനിർവൃതിയോടും കൂടിയാണ് അവർ മടങ്ങുന്നത്. മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വ്യാഖ്യാനിച്ച് കാലികവും സംഗതവുമായുള്ള ദൂത് നൽകുക എന്നത് മാത്രമല്ല, കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയും വേദപുസ്തകം കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനായിട്ടുള്ള അവസരവും സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള സഭയുടെ നിലപാടും അതത് അവസരത്തിൽ കാലികവും സംഗതവുമായ വിഷയങ്ങളെ ആസ്പദമാക്കി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജനങ്ങളോട് സംസാരിക്കുന്നതായ ദൂതും എല്ലാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്രകാരം വളരെ സമഗ്രമായിട്ടുള്ള ദൂത്
ലഭിക്കുന്നതായുള്ള മാരാമൺ കൺവെൻഷനിൽ നാനാജാതി മതസ്ഥരായുള്ള ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തി പുരുഷന്മാരും സ്ത്രീകളും അടക്കം ഇതിൽ സംബന്ധിക്കുകയും വളരെയധികം അച്ചടക്കത്തോടു കൂടി വളരെ അനുഗ്രഹമായുള്ള രീതിയിൽ കൺവെൻഷൻ നടക്കുവാൻ തക്കവണ്ണം സഹായിക്കുകയും ചെയ്യുന്നു. വർത്തമാനകാല സംഭവങ്ങളെ ദൈവസ്നേഹത്താൽ അഭിമുഖീകരിച്ച് സമൂഹത്തിൽ പരിവർത്തനത്തിന്റെ ചാലകശക്തിയാകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വചനദൂതുകളാണ് മാരാമൺ കൺവെൻഷനിലൂടെ ഓരോ ദിവസവും നൽകിയത്. വിശ്വാസ സമൂഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആത്മീയ വർധനവിന് സഹായകരമായി സാമൂഹിക പ്രതിബദ്ധത കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷനിലൂടെ എല്ലാ വർഷവും നാം വിഭാവന ചെയ്യുന്നത്. ദൈവവചനം തേനിനേക്കാളിലും മധുരമാണ്. മനുഷ്യ ജീവിതത്തെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഇടയാകുന്ന ഒരു ജീവിതക്രമം വളർത്തിയെടുക്കുവാൻ സഹായകരമാണ്. അപ്രകാരം വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രൂപാന്തരപ്പെടുത്തുന്നതായ സന്ദേശങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുമ്പോൾ അനേകരിൽ ആത്മീകമായിട്ടുള്ള ചൈതന്യം ഉണർത്തുകയും ജീവിതത്തെ പുനർനിർണയം ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിതത്തെ നയിപ്പാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ്. ദേശത്തിന് മാത്രമല്ല, പ്രകൃതിയെയും വ്യക്തമായിട്ട് ഒരു പുതുക്കത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന ഒരു ആത്മീക കൂട്ടായ്മ എന്ന രീതിയിലാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ വചന കൂടാരത്തിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് പതിനായിരങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് സാക്ഷിപ്പാനും ദൈവത്തോടൊത്ത് ഞാൻ ചരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും ഈ ലോകത്തിൻ്റെ നന്മ അത് മുന്നിൽ കണ്ടുകൊണ്ട് നന്മയുടെ പ്രവാചകരായി ജീവിതത്തെ നയിപ്പാനും ഇത് സഹായകരമായി തീരുന്നു. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരുടെയും ആത്മാർത്ഥമായിട്ടുള്ളതായ സഹകരണം ലഭ്യമായി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കൺവെൻഷന്റെ അനുഗ്രഹകരമായ നടത്തിപ്പിന് പമ്പ മണൽപ്പുറത്ത് ആകമാനവും പന്തലിലും ഭക്തിനിർഭരമായ അന്തരീക്ഷം ഒരുക്കി. വിശ്വാസികളുടെ വരവും പോക്കും വിശ്രമവുമെല്ലാം ശ്രദ്ധാപൂർവം നിയന്ത്രിച്ചിരുന്നു. ഈ സമൂഹത്തെ ഒന്നായി നിർത്തുവാനും ദൈവിക പദ്ധതിയിൽ എല്ലാവരും ഉൾപ്പെടുത്തുവാനും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ലോകത്തോട് പറയുവാനും ഉള്ള ഒരു ദൈവിക പദ്ധതിയാണ് മാരാമൺ കൺവെൻഷൻ. ദൈവവചനം പ്രഘോഷിപ്പിക്കപ്പെടുന്ന ഈ ദിവസങ്ങൾ അത് ലോകത്തോട് പറയുന്നത് നാം എല്ലാവരും ഒന്നാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും തമ്മിൽ സ്നേഹിക്കണം, സഹോദരന്മാരെ പോലെ സഹോദരിമാരെ പോലെ കരുതണം, അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. ദൈവിക സത്തയുടെ അനുഭവക്കാരായി തീരുവാൻ തക്കവണ്ണം വചനപ്രഘോഷം കേട്ട് മനനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന മക്കളായി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. ഇത് ദേശത്തോടുള്ളൊരു സംസ്കാരമാണ്. ഈ നാട്ടിലെ പ്രബലമായ ഹിന്ദു സമുദായം എത്ര താല്പര്യത്തോടു കൂടിയാണ് ഹൃദയം തുറന്ന് എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും തമ്മിൽ ബന്ധപ്പെടാനും ഒന്നിപ്പാനും നമുക്ക് കഴിയണം. ഇതിൻ്റെ ആരംഭത്തിൽ ഹിന്ദു സഹോദരന്മാരാണ് ഇതിന് ഇഴകളുണ്ടാക്കി തന്നത്. സമുദ്രമാർഗത്തിൽ കരമാർഗത്തിൽ ഇവിടെ എത്തിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഈ ദേശത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. അത് എന്നും നിലനിൽക്കുകയും ഈ സാഹോദര്യം വർദ്ധിപ്പിക്കുകയും എല്ലാവരും ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നതിനും അനുഗ്രഹീതമായ ഒരു അനുഭവമാക്കി ജീവിതത്തെ തീർക്കുന്നതിനും ഇവിടെ മുഴങ്ങുന്ന പ്രസംഗങ്ങളെല്ലാം മുഖാന്തരമാവട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഭക്തിസാന്ദ്രമായ ഗാനശുശ്രൂഷയോടെയാണ് ഓരോ യോഗവും ആരംഭിക്കുന്നത്. 16 പുതിയ ഗാനങ്ങൾ ഉൾപ്പെടെ 101 ഗാനങ്ങൾ അടങ്ങുന്ന
കൺവെൻഷൻ ഗീതങ്ങൾ എന്ന പ്രത്യേക പാട്ടുപുസ്തകം ഓരോ വർഷവും ഇതിനായി തയ്യാറാക്കി വരുന്നു. മാർത്തോമാ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നേതൃത്വം നൽകുന്ന 101 അംഗ ഗായക സംഘമാണ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഗായക സംഘത്തോടൊപ്പം വിശ്വാസ സമൂഹമൊന്നാകെ ഗാനങ്ങൾ ഏറ്റുപാടുന്നു. മാർത്തോമാ സഭ ഒരു ആഗോള സ്വഭാവമുള്ള സഭയാണ്, അല്ലെങ്കിൽ ആഗോള സഭയുടെ ഒരു ഭാഗമാണ്. AD 52 തോമാസ് ലീഹായിൽ സ്ഥാപിതമായ കേരളക്കരയിലെ സഭാ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയിൽ നിലനിന്നുകൊണ്ട് നവീകരണ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിലും അതിലൂടെ സഭയെയും സമൂഹത്തെയും ചുറ്റുപാടുകളെയും എല്ലാ കാലത്തും മുൻപിൽ നിന്ന് നയിക്കുന്നതിനും മാർത്തോമാ സഭയ്ക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘമാണ് ഈ ഒരു കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുന്നതിൽ വേണ്ടതായ എല്ലാ നേതൃത്വവും നൽകുന്നത്. അതോടൊപ്പം തന്നെ സഭയുടെ ഇതര സംഘടനകളും ഒരുമിച്ച് ചേർന്ന് സഭയിലുള്ള എല്ലാ ആളുകളും ഒത്തുചേരുന്ന ഒരു സമ്മേളന വേദിയാണ് ഈ മാരാമൺ കൺവെൻഷൻ. അതിൻ്റെ വിവിധ സംഘടനകൾ പ്രവർത്തകർ അവരെല്ലാവരും ചേർന്ന് ഈ മണൽപ്പുറത്തെ ഈ ഒരാഴ്ച
വളരെ അനുഗ്രഹീതമായ ഒരു കൂടിവരവായി, അത് ജാതിമത ഭേദമന്യേ ഏത് ആളുകൾക്കും ഇവിടെ കടന്നു വരുന്നതിനും ഒരു അനുഗ്രഹീതമായ ഒരു കൂടിവരവായിട്ട് ഈ സമ്മേളനം തീരുന്നു. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസാഹോദര്യവും ഏകതാബോധവും വളർത്തുന്നതിന് മാരാമൺ കൺവെൻഷൻ മുന്നോട്ട് വയ്ക്കുന്ന എക്യൂമെനിക്കൽ ദർശനം പ്രസക്തവും ശ്ലാഘനീയവുമാണ്. ഐക്യത്തിന്റെ പാത പിന്തുടരുവാൻ വിവിധ സഭാപിതാക്കന്മാരെ ഒരേ വേദിയിൽ വരുത്തുന്നു എന്നതും മാരാമൺ കൺവെൻഷന്റെ പ്രത്യേകതയാണ്. And this is my third time coming to Maraman, and I've done quite a number of speeches in here. The thing that amazes me all the time is the discipline, the method in which the people are giving and are working, and when we close the method of getting out, which is much, much better, it shows the spirit of unity more than anything. Secondly, it shows the affirmation where people are affirmed, they are uplifted in coming out of the world that is destroying and depleting them. So Maraman is one of those places where healing takes place. And for me, it's one of the beauty in which when I come, I try to uplift my spiritual life. This year, I've been concentrating on restoring the human dignity, looking at the image and how God affirms each one of us, whether we're low class or high class and so on, and looking at the people with no names, how they can be given names by the church and lifted up. So Maraman is one of those places where it could be duplicated and taken to other countries. It will bring more healing and more speakers from the other side. The dedication of young people, I've just realized that Maraman has now more young ministers that have come in, which brings hope for the future of the church and for the work that has to be done. Because I think young preachers will be able to connect with the young world, especially in the world of technology, where a lot of our young people are moving out because there's no technical way in which the church can uplift them. And lastly is the employment, how we could employ, how we could uplift the dignity of people by opening up job situation. And that's for me a great experience of Maraman. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ആരാധനയുടെയും ധന്യമായ കാലമാണ് മാരാമൺ കൺവെൻഷൻ ദിനങ്ങൾ. വലിയ നോമ്പിന്റെ ആരംഭത്തിലാണ് ഒരാഴ്ചക്കാലത്തെ കൺവെൻഷൻ ദിനങ്ങൾ. പ്രാർത്ഥനകൾ കൊണ്ടും ഗാന ശുശ്രൂഷകൾ കൊണ്ടും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്ന കാലം. ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ആരാധനയിലൂടെ ശക്തി നേടണം എന്ന പ്രബോധനം കൺവെൻഷനിലെ മുഖ്യ സന്ദേശങ്ങളിൽ നിറഞ്ഞുനിന്നു. മറ്റുള്ളവരിൽ ദൈവസാദൃശ്യം ദർശിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് സന്ദേശങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ജനബാഹുല്യം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈ പ്രദേശത്തിന് വളരെ ചൈതന്യവത്തായിരുന്നു ഇപ്രാവശ്യത്തെ കൺവെൻഷൻ എന്ന് പറയേണ്ടിയിരിക്കും. ഞങ്ങൾ പരസ്പരം അന്യോന്യം സഹകരിച്ചാണ് പോകാറ്. വലിയ തിരുമേനി നമ്മുടെ പരിഷത്തിൽ വരികയും ഒരു ദിവസം മുഴുവൻ ഭജനയും കേട്ട് ഈ വർഷവും മടങ്ങി, കഴിഞ്ഞ വർഷങ്ങളിലും വന്നിരുന്നു. ഒരു വലിയ കൂട്ടായ്മ ഈ പ്രദേശത്തിൻ്റെ ചൈതന്യം അതുതന്നെയാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഭിന്നമായി നമ്മുടെ ഈ നാട്, ഈ ഗ്രാമം പരസ്പരം സഹകരിച്ച് സഹവർത്തിത്വത്തോടെ സഹോദരങ്ങളെപ്പോലെ കഴിയുകയാണ്. നമ്മുടെ മൂല്യങ്ങളെ ഈ പ്രദേശത്ത് നിലനിർത്തുന്നതിന് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ മികവ്, കഴിവ് ഭയങ്കരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാരാമൺ കൺവെൻഷനിലെ പ്രാർത്ഥനകളിൽ രാജ്യത്തിൻ്റെ ആകമാനമുള്ള ലോകത്തിൻ്റെ ഐക്യപ്പെടൽ, സർവജാതി മതസ്ഥരുടെയും ഒരുമ എല്ലാം ചേർത്തുവയ്ക്കുന്നു. തെളിമയുള്ള സുവിശേഷ വെളിച്ചം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. കൺവെൻഷൻ ദിനങ്ങളിൽ രാവും പകലും ഇടമുറിയാതെ പ്രാർത്ഥിക്കുന്നതിന് മണൽപ്പുറത്ത് പ്രത്യേക ചാപ്പൽ തയ്യാറാക്കിയിരുന്നു. അതോടൊപ്പം കൺവെൻഷൻ പന്തലിലും മധ്യസ്ഥ പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. പ്രാർത്ഥനകൾ മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിക്കുന്നു.
ഈ മഹായോഗത്തിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും അങ്ങ് മറുപടി തന്നുള്ള കർത്താവേ, തക്കതായ തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, തക്ക തുണയെ തക്ക സമയത്ത് ഒരുക്കി കൊടുക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ നന്ദിയോടെ സ്തോത്രം. ആമേ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ആമേ തക്ക തുണയെ ഒരുക്കിയതുപോലെ കർത്താവേ, ഈ പേര് പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങൾക്കും തക്ക തുണയെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുത്തു എന്നുള്ള വാർത്ത കേൾക്കുവാൻ യേശു തമ്പുരാന്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും വിനയം താഴ്മ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ജാതി മത വ്യത്യാസമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആധ്യാത്മിക രംഗത്തെ ഒരു മുന്നേറ്റമായിട്ട് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കും സുവിശേഷ പ്രസംഗ സംഘത്തിനും ഇതിന് ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. പ്രത്യേകിച്ച് ഈ ദേശത്തുള്ള ഇടവകൾ വിശ്വാസമൂഹം ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തുന്ന പന്തൽ, അത് എല്ലാം കൊണ്ടും പ്രത്യേകത ഉള്ള ഒരു പന്തലാണ്. 4 വശവും തുറക്കപ്പെട്ട പന്തൽ പ്രകൃതിയോട് ഇണങ്ങി എല്ലാ രീതിയിലും പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു ക്രമീകരണത്തിലാണ് നിർമ്മിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പന്തൽ എന്ന് പറയുമ്പോൾ തന്നെ സഭയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവവും വെളിപ്പെട്ട് വരുന്നുണ്ട്. വിദേശീയരും സ്വദേശികളുമായിട്ടുള്ള നിരവധി ആളുകൾ ഈ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുമ്പോൾ തന്നെ വളരെ അധികം കൃതാർത്ഥതയോടെയാണ് മടങ്ങിപ്പോയിട്ടുള്ളത്. മാത്രവുമല്ല, കേരളത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും വിവിധ അനുഗ്രഹീതമായ ദർശനങ്ങൾക്ക് രൂപം നൽകുവാൻ തക്കവണ്ണം ഈ കൺവെൻഷനിലെ വചന പ്രഘോഷണം സഹായിച്ചിട്ടുണ്ട്. അത് ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള നിരവധി മുന്നേറ്റങ്ങൾക്ക് ആരംഭം കുറിക്കുവാനും ഈ കൺവെൻഷനിലൂടെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും കാലികമായ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാനായിട്ടുള്ള ശ്രമം എല്ലായ്പ്പോഴും ഈ കൺവെൻഷൻ്റെ പ്രത്യേകതയാണ്. മാരാമൺ കൺവെൻഷന് ജാതിമത ഭേദമന്യേ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ വ്യക്തികൾ സാക്ഷ്യം വഹിച്ചു. വിശ്വാസ സമൂഹത്തോടൊപ്പം ചേർന്നു. മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ മധ്യ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക ഉത്സവം മാത്രമല്ല, ഒരു സാമൂഹിക ആഘോഷം കൂടെയാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ചെറുപ്രായത്തിൽ മുതൽ തന്നെ ഞാൻ ഈ മണപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. നിരവധി കുടുംബാംഗങ്ങൾ സ്ഥിരമായിട്ട് ഇതിൽ സംബന്ധിക്കുന്നതായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ദേശത്തിൻ്റെ നവോത്ഥാനത്തിന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്, ഇവിടെയുള്ള ആളുകളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രബുദ്ധരാക്കുന്നതിന്, ഇവിടെയുള്ളവരുടെ വിദ്യാഭ്യാസ നിലവാരം വളർത്തുന്നതിന്, ഇവിടെ വലിയ വലിയ സ്ഥാപനങ്ങൾ വരുന്നതിന്, ഈ പ്രദേശത്തിൻ്റെ ആകമാനമായ പുരോഗതിക്ക് എല്ലാം തന്നെ മാരാമൺ കൺവെൻഷൻ വളരെ വലിയ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്തെ ലോകോത്തര പ്രസിദ്ധമാക്കുന്നതിന്, ലോകത്തിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും മാരാമൺ എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയുന്നതിൻ്റെ പ്രധാന കാര്യം ഈ കൺവെൻഷനാണ്. ഈ സഭാവിശ്വാസികളും കേരളത്തിലെ ക്രൈസ്തവരും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവർ ഈ മാരാമൺ കൺവെൻഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തികച്ചും വിഭാഗീയമായ ചിന്താഗതികളല്ല ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ മൊത്തമായ മാറ്റത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് നമുക്ക് ചെയ്യാം, വിവിധ മതങ്ങളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് എങ്ങനെ സംവദിക്കാം, അവരുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെട്ട് ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ നന്മ എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ആരുടെയും വിശ്വാസം മാരാമൺ കൺവെൻഷന് വരുന്നതിന് തടസ്സമല്ല. വ്യത്യസ്ത ഇടങ്ങളിൽ വസിക്കുന്ന, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ സാന്നിധ്യം, അവരെ ചേർത്ത് നിർത്തുന്ന ഉൾക്കൊള്ളലിന്റെ അനുഭവമാണ് മാരാമൺ കൺവെൻഷൻ. മലങ്കര സഭയുടെ ആത്മീയ വിചാരങ്ങളെ സമ്പന്നമാക്കിയ വചനധാരയുടെ ചൈതന്യ നിറവാണ് 8 ദിവസം നീണ്ടുനിന്ന മാരാമൺ കൺവെൻഷൻ. പുലർക്കാലം തൊട്ടേ ആരംഭിച്ച പ്രാർത്ഥനകളും ഗീതങ്ങളും പമ്പയിൽ സൂര്യൻ വർണ്ണം ചാലിച്ചിറങ്ങുന്ന സന്ധ്യയിലും തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവവചന പ്രഘോഷണത്തിന്റെ വചനകൂടാരമായി മാരാമൺ പന്തൽ. കരുണാമയനേ